Values underlying cultural pluralism. Next topic, values underlying cultural pluralism. So we discussed cultural pluralism. Cultural pluralism means different cultures existed in a country in the same time and they are treated equally and valued equally. So ഒരു രാജ്യത്ത് ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം കൾച്ചർ നിലനിൽക്കുകയും ആ കൾച്ചറെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, അപ്പോൾ അവിടെ കൾച്ചറൽ പ്ലൂറലിസം ഉണ്ട് എന്ന് പറയാം. സോ നമുക്ക് എന്തെല്ലാം വാല്യൂസ് ആണ് കൾച്ചറൽ പ്ലൂറലിസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്? അതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. കമ്പാഷൻ, ഇക്വാലിറ്റി, ടോളറൻസ്, ആക്സെപ്റ്റൻസ്, അപ്രീസിയേഷൻ, അഡ്ജസ്റ്റ്മെന്റ് are some of the underlying values necessary for safeguarding the culturally pluralistic society of India. So ഒരു culturally pluralistic society, cultural pluralism നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് വേണ്ട ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു cultural pluralism നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം വാല്യൂസ് വേണം? കമ്പാഷൻ, അനുകമ്പ, ഇക്വാലിറ്റി തുല്യത, ടോളറൻസ് സഹിഷ്ണുത, ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അംഗീകാരം, അപ്രീസിയേഷൻ അഭിനന്ദനം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ റെഡിയാവണം. സോ ദീസ് ആർ ദ കോമൺ some of the values: compassion, equality, tolerance, acceptance, appreciation, adjustment, etc. Indians are very aesthetic and eager to know of dance, music, songs, food, clothes and craft of other states. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേറ്റുകളിലും മറ്റുള്ള സ്റ്റേറ്റുകളിലെ കൾച്ചറിനെ കുറിച്ച് അറിയാൻ വളരെയധികം ആഗ്രഹമുള്ളവരാണ്. അതായത് അവരുടെ ഡാൻസ് ആയാലും മറ്റൊരു കൾച്ചറിൽ അതർ സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റിലുള്ള കേരളത്തിലുള്ളവർക്ക് തമിഴ്നാട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലത്തെ അവരുടെ കൾച്ചറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാൻ വളരെയധികം ഇഷ്ടമാണ്. അവരുടെ മ്യൂസിക് ആവാം, ഡാൻസ് ആവാം, ഫുഡ് ആവാം, അല്ലെ ക്ലോത്ത്സ്, ഇതൊക്കെ. Formal and informal gatherings are usually incomplete without a cultural program. Weddings in urban and rural areas are a celebration of all these cultural aspects. പിന്നെ ഒരു ഫോർമൽ ഗെറ്റ് ടുഗദർ ആയാലും ഒരു ഇൻഫോർമൽ ഗെറ്റ് ടുഗദർ ആയാലും ഒരു ഗാദറിംഗ് ആയാലും അവസാനം എന്തുണ്ടായിരിക്കും? ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരിക്കും. സോ അതൊരു മസ്റ്റാണ് ഇന്ത്യനെ സംബന്ധിച്ച്. അപ്പൊ എല്ലാവരും യുണൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എന്തെങ്കിലും ഒരു ഡാൻസോ പാട്ടോ ഒക്കെ ഉണ്ടാവാതിരിക്കില്ല. വെഡിങ്സ് എന്ന് പറയുന്നത് അർബൻ ഏരിയ ആയാലും റൂറൽ ഏരിയ ആയാലും ഒരു സെലിബ്രേഷൻ തന്നെയാണ്. ഒരുപാട് കൾച്ചേഴ്സിന്റെ സെലിബ്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. പിന്നെ സ്റ്റുഡൻസിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ദേ ഓർഗനൈസ് ഫെസ്റ്റിവൽ ഓൺ ഡാൻസസ് ഓഫ് ഇന്ത്യ ഓർ എ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതേഴ്സ് കൾച്ചർ. നമുക്ക് എന്ത് ചെയ്യാം? ഡാൻസസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാം, ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. ഓർ അറേഞ്ച് ഫുഡ് ഓഫ് ഇന്ത്യ എക്സിബിഷൻ, ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ നടത്താം. They can have discussion, role plays, debates, puppet shows on the various aspects of Indian culture. അതുകൂടാതെ അവർക്ക് ഡിബേറ്റുകൾ നടത്താം, റോൾ പ്ലേസ് നടത്താം, പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞില്ലേ നമ്മൾ പാവക്കൂത്ത്, അത് നടത്താം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൾച്ചറുകളെ കുറിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. കുട്ടികൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാം. അതേപോലെ കുട്ടികൾക്ക് ഹാവ് ടു ബി എൻകറേജ്. കുട്ടികളെ നമ്മൾ ഡിസ്കഷൻ എൻകറേജ് ചെയ്തിരിക്കണം. ഡിസ്കസ് ചെയ്യാൻ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ കൾച്ചർ ടു പ്രിസർവ് ആൻഡ് വൈ. എന്തൊക്കെയാണ് അവരുടെ കൾച്ചറിന്റെ ഫീച്ചേഴ്സ്, എന്താണ്, എന്തുകൊണ്ടാണ് അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ. ഇറ്റ് ഈസ് ത്രൂ ദിസ് സച്ച് ആക്ടിവിറ്റീസ് ദാറ്റ് സ്റ്റുഡൻസ് ഷാൾ ഇംപയർ ദ വാല്യൂസ് അണ്ടർലൈങ് കൾച്ചറൽ പ്ലൂറലിസം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്ക് സ്റ്റുഡൻസിന് എന്തറിയാൻ പറ്റുള്ളൂ? അവർക്ക് വാല്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ഗൈഡ് ചെയ്യുക സ്റ്റുഡൻസിന്. ഇതേപോലെ അവരുടെ ഐഡിയാസും ഫീലിങ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യണം. ഈ ചലഞ്ചസ് ഓഫ് ലിവിങ് ഇൻ എ കൾച്ചറലി പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി. നമുക്കറിയാം ഡിഫറെന്റ് കൾച്ചറുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും? ക്ലാഷ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ആർ പ്രിപ്പയർഡ് ടു ലീവ് വിത്ത് അതേഴ്സ് who are different and those who seek the protection of homogeneity. പലപ്പോഴും ക്ലാഷ് ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് people who are prepared to live with the others who are different, അതായത് ചില ആൾക്കാർക്ക് അവരുടെ കൾച്ചറിലുള്ളവരുടെ ഒപ്പം ജീവിക്കാൻ, അതല്ലാത്തവരുടെ ഒപ്പം ജീവിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ
ചിലർക്ക് ഹോമോജിനിറ്റി പ്രൊട്ടക്ട് ചെയ്യണം, അതായത് ഒരു യൂണിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ മറ്റുള്ള കൾച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അവരവരുടെ കൾച്ചർ മാത്രം ഫോളോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ ക്ലാഷുകളൊക്കെ ചിലപ്പോൾ ഈ ഒന്നിലധികം കൾച്ചർ നിലനിൽക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. സോ കോൺഫ്ലിക്റ്റ് ഓഫ് കൾച്ചർ, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ കൾച്ചർ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. ഡിഫറെന്റ് കൾച്ചേഴ്സ്, ഇപ്പൊ ഒരുപാട് മതങ്ങളുണ്ട്, ഓരോ മതത്തിനും ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവർ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ക്ലാഷുകളൊക്കെ ഉണ്ടായിരിക്കാം. Cultural groups may differ, but they have to be given their due recognition in society. ഒരുപാട് കൾച്ചറൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് എന്ത് കൊടുക്കണം? സൊസൈറ്റിയിൽ അംഗീകാരം കൊടുക്കണം. ഗുഹ ഇൻസിസ്റ്റ് ഒരുപാട് ഓതേഴ്സിന്റെ പേരുകൾ പറയുന്നുണ്ട്. ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, നമുക്കത് ആരാന്ന് അറിയണമെങ്കിൽ ഇതൊക്കെ ഓരോ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാര്, അതായത് സസ്റ്റേറ്റ് ഇവിടെ ഒന്നുകിൽ ഈ പറയുന്ന ഫിലോസഫി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കൾച്ചറുമായിട്ട് ഇങ്ങനെ ഇതുമായിട്ട് ഹിസ്റ്റോറിയൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് റീസെന്റ് ടൈമിൽ വേണമെങ്കിൽ അവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് അവരുടെ ജസ്റ്റ് ഡയലോഗ്സ്, ഓരോരുത്തരുടെ അഭിപ്രായം, ഗാന്ധിജി, നെഹ്റു എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ പറയുന്നത്. എക്സാമിന് എത്രത്തോളം ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലോട്ട് പോയാൽ മതി. അങ്ങനെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും പല ഇതിലും കാണാം. അപ്പം എന്താണ് പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവാം. Cultural groups may differ, but they have to be given their due recognition in society. Guha insists that forces that have kept India together are many, and individuals insisted are helped transcend the divisiveness of class and culture, and have nullified the prediction that India would not stay united and not stay democratic. ഇന്ത്യ ഗുഹ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സസ് ദാറ്റ് ഹാവ് കെപ്റ്റ് ഇന്ത്യ ടുഗദർ ആർ മെനി. അതായത് ഇന്ത്യയെ ഒന്നിച്ചു നിർത്തുന്ന ഒരുപാട് ശക്തികളുണ്ട്. ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ത്യനെ ആ ഒരു ഐക്യം, ഏകത്വം അല്ലെ, ഒരു നാനാത്വത്തിൽ ഏകത്വം ആണ് നമ്മുടെ പ്രത്യേകത. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പൊ അത് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് ശക്തികൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കൊരു ചലഞ്ച് വന്നിട്ടുള്ള ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പോഷേഴ്സ് വന്നു. നമുക്ക് ഒരുപാട് ഫ്രീഡം ലഭിച്ചു. ബിസിനസിന്റെ ഫലമായിട്ട് നമുക്ക് ബിസിനസ് ഇന്ത്യയിൽ തുടങ്ങാം, ഇന്ത്യയിൽ നിന്ന് പുറത്ത് രാജ്യങ്ങളിൽ പോയി തുടങ്ങാം, അവർക്ക് ഇവിടെ വന്ന് തുടങ്ങാം. അങ്ങനെ ഒരുപാട് ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ആസ്പെക്ട് വന്നു. അപ്പൊ നമുക്കൊരു എക്സ്പോഷർ, ഇന്ത്യൻ കൾച്ചർ ഈസ് എക്സ്പോഷർ ടു ദ വേൾഡ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ത് ചെയ്തു? ലോകത്തിലെ കൾച്ചറുമായിട്ട് എക്സ്പോഷർ വന്നു. അതുകൂടാതെ മറ്റ് ഡിഫറെന്റ് കൾച്ചേഴ്സ് കൂടുതലായിട്ട് ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് വളരെ റിച്ച് കൾച്ചറാണ്. ഇന്ത്യയുടെ ഫുഡായാലും മ്യൂസിക് ആയാലും ഡാൻസ് ആയാലും ഫാബ്രിക് ആയാലും ക്രാഫ്റ്റ് ആയാലും എല്ലാം ഗ്ലോബൽ അപ്രീസിയേഷൻ ലഭിച്ചു. അപ്പൊ ഗ്ലോബലൈസേഷൻ വന്നത് ചലഞ്ചസ് ഉണ്ടെങ്കിലും, അതായത് ഒരുപാട് ഫോറിൻ കൾച്ചറിന്റെ സ്വാധീനം കൂടുതൽ വന്നാൽ പോലും ഇന്ത്യൻ കൾച്ചറിന് ഒന്നും കൂടി ആക്സെപ്റ്റബിലിറ്റി ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാറുണ്ട്. ട്രഡീഷൻസ് ഒക്കെ ചലഞ്ച് ചെയ്യപ്പെടാറുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഫോർ ഇറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പർ മീനിങ് ഓഫ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ലൈക്ക് വൈ ഷുഡ് വി റെസ്പെക്ട് അവർ എൽഡേഴ്സ്, ഷുഡ് ഓൾഡർ പീപ്പിൾ ഷുഡ് ബി റെസ്പെക്ട്. സോ നമുക്ക് അത് മാത്രമല്ല, ഇപ്പൊ കുറച്ചുകൂടി നമ്മുടെ കൾച്ചർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്, ട്രഡീഷനും കൾച്ചറൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. സോ നമ്മൾ മുതിർന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണം, അല്ലെ, വയസ്സായ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതില് അവര് വയസ്സായത് കൊണ്ട് മാത്രമാണോ എന്ന് നമുക്ക് അതിനെ ഒരു വിശകലനം ചെയ്യാനുള്ള ഒരു ഇത് കുട്ടികളിൽ ഉണ്ടാക്കണം. അപ്പൊ അവർ കുട്ടികൾക്ക് കൂടുതൽ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് മുതിർന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ അത് ഒരു വെറും ഓൾഡ് ആയതുകൊണ്ട് മാത്രമാണോ? സോ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക്, അങ്ങനെ ഒരു ചിന്ത കുട്ടികളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു.
It is always advisable to allow the student to ask questions and then guide the students to arrive at his or her own decisions based on what he was values. അതായത് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കണം, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് അവരുടെ തീരുമാനങ്ങൾ എന്താണെന്ന് അവരുടെ ഓൺ ഡിസിഷൻസ് അതിലേക്ക് എത്താനും അവരെ സഹായിക്കണം. അപ്പൊ ലെസൺസ് ലേൺ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുക കുട്ടികൾക്ക് മറ്റുള്ള കൾച്ചറുമായിട്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ കൊടുക്കും. ഫാഷൻ, ഡ്രസ്, ഫുഡ്, ഫിലിംസ്, മ്യൂസിക് ഇതൊക്കെ നമ്മുടെ ഗ്ലോബൽ ഇമ്പാക്ട് വന്നിട്ടുണ്ട് ലോകത്തിൽ മുഴുവൻ. ഹോളിവുഡ് ഫിലിംസ് ഹാവ് എൻ ഇമ്പാക്ട് ഓൺ അവർ ലൈഫ്. അതേപോലെ തന്നെ ഗ്ലോബൽ കൾച്ചറിനും നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഹോളിവുഡ് ഫിലിംസ് ടു ആർ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് അബ്രോഡ്. ഇത് മാത്രമല്ല നമ്മുടെ ഹിന്ദി മൂവീസ്, ബോളിവുഡ് മൂവീസ് എന്ന് പറയുന്നത് എബ്രോഡിൽ നമുക്കറിയാം മലയാളം മൂവി അടക്കം മറ്റു രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സോ ഹിന്ദി മൂവീസ് ഒക്കെ പല രാജ്യങ്ങളിലും വളരെ പോപ്പുലർ ആണ്. സോ ആക്സെപ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് ഈസ് എ ഫേവറേറ്റ്. സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ഫുഡിനാണ് ഇപ്പോഴും ഫേവറേറ്റ്. അതൊക്കെ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ടാണ് ഫാസ്റ്റ് ഫുഡൊക്കെ നമുക്ക് ആ ഒരു കൾച്ചർ ഇന്ത്യയിൽ വന്നത്. ഈവൻ വെൻഡേഴ്സ് ആർ സീൻ എൻജോയിങ് എ ബർഗർ ആൻഡ് ഐസ്ക്രീം കോൺ. Consequently, we retain our cultural plurality and at the same time follow certain global patterns. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ഇത് വന്നാലും എന്ത് ചലഞ്ചസ് വന്നാലും നമ്മൾ കുറച്ചൊക്കെ ഫോറിൻ കൾച്ചർ എൻജോയ് ചെയ്യും അല്ലേ. നമ്മളിപ്പോ ഇത് വാങ്ങിക്കുന്നുണ്ടോ, ബർഗർ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ സാൻഡ്വിച്ച് കഴിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ നമ്മുടെ കൾച്ചർ ഇടയ്ക്ക് നമ്മൾ മറ്റുള്ള കൾച്ചറിലെ ഫുഡും കാര്യങ്ങളും കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൾച്ചർ അപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് വൺസ് അഗൈൻ ലോ ഓഫ് ലവ് ഓവർകംസ് ഓൾ ഡിഫറൻസസ്. ലോ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡിഫറൻസസ് ഉണ്ടെങ്കിലും നമുക്ക് അത് എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാം. അപ്പൊ നമുക്കൊരു ആത്മാർത്ഥമായ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ ഒരു സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ടാണ് നമുക്കുള്ളത്. സോ ആ ഫ്രണ്ടിന് പേഴ്സണലി ഒരുപാട് ഡിഫക്റ്റ് ഉണ്ടായിരിക്കും. ഫ്രണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ചെറിയ എന്തുണ്ടായിരിക്കും, ഡിഫക്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു ഫ്രണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈഫിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഹസ്ബൻഡിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചില ആൾക്കാർ കാണാൻ ഭംഗിയുണ്ടാവില്ല, കറുത്തതായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ഒന്നിച്ചാണ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് അതിലൊരു പ്രശ്നം വരില്ല. സോ അതുപോലെ നമ്മൾ മറ്റുള്ള കൾച്ചറും അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പൊ സ്നേഹത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല, മറ്റുള്ള കൾച്ചർ ശരിയാണോ തെറ്റാണോ. ജഡ്ജ്മെന്റിൽ അറിയാൻ പാടില്ല. കസ്റ്റംസ്, കൾച്ചർ, ഇതിലൊന്നും നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലാ കൾച്ചറിനും പ്രൊമോട്ട് ചെയ്യുക. ആൾ കൾച്ചേഴ്സ് നീഡ് ടു ബി ഗിവൺ ഈക്വൽ റെസ്പെക്ട്. എല്ലാ കൾച്ചറിനും നമ്മൾ ഈക്വൽ റെസ്പെക്ട് കൊടുക്കണം. ഇനി നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഒബ്സർവ് ദ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഓൺ ദൂരദർശൻ ആൻഡ് ഐഡന്റിഫൈ 5 ഫീച്ചേഴ്സ് ദാറ്റ് യു ലൈക്ക് ദ മോസ്റ്റ്. പേ കെയർഫുൾ അറ്റൻഷൻ ടു ദ കോസ്റ്റ്യൂംസ്, സോങ്സ് ആൻഡ് ടാബ്ലോസ്. കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുക, റിപ്പബ്ലിക് ഡേക്ക് സെലിബ്രേഷൻ ദൂരദർശനിൽ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 ഫീച്ചേഴ്സ് പറയുക. അതേപോലെ തന്നെ കോസ്റ്റ്യൂംസും സോങ്സ് അതേപോലെ ടാബ്ലോസ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറയുക. പ്ലാൻ ആൻ ഈവന്റ് ബൈ വിച്ച് യു വിൽ എൻകറേജ് സ്റ്റുഡൻസ് ടു അപ്രീഷിയേറ്റ് ദിയർ കൾച്ചറൽ ഹെറിറ്റേജ്. അവരുടെ പൈതൃകം അല്ലെ, കൾച്ചറൽ ഹെറിറ്റേജ് നമുക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിന്റെ വേണ്ട ചെലവ് എന്താണ്, എന്തൊക്കെ വേണ്ടത് അല്ലെ, അങ്ങനെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ അതിന്റെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുക. ഈവെന്റുകൾ, ഒരു ഈവെന്റ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ ആ ഈവെന്റ് വരുന്ന ചെലവ് എന്തായിരിക്കും, ഏതൊക്കെ, അതിനൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. എത്ര സമയം വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. അതായത് എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം, ആര് പ്രസന്റ് ചെയ്യും, അതൊക്കെ ഇങ്ങനെ പാരന്റ്സിനെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ ഈവെന്റുകൾ നടത്തുക, ഓരോ കൾച്ചറുമായി ബന്ധപ്പെട്ട ഈവെന്റുകൾ നടത്തുക. ഇഫ്താർ മീറ്റ്
ഇതിപ്പോ പലപ്പോഴും എല്ലാ കോളേജുകളിലും സ്കൂളുകളിൽ ഉണ്ടാവും വഴിയില്ല, പക്ഷെ കോളേജുകളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കൾച്ചറും ഓണത്തിന് ഓണസദ്യ, സോ അതൊക്കെ ഇപ്പോ ഒരുവിധം നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് പറയുന്നത് ഇന്ത്യൻ കസ്റ്റം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അറിയാൻ അവർക്ക് അതിനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കണം. ആക്ടിവിറ്റീസ് കൊടുക്കാം, ഇമ്പോർട്ടന്റ് എന്താ അൺഇമ്പോർട്ടന്റ് എന്താന്നുള്ളത് അവർക്കൊരു ചോയ്സ് കൊടുക്കുക, ഏതാണ് ഇമ്പോർട്ടന്റ്. ഒരു 8-10 വ്യക്തികള് ഇന്റർവ്യൂ ചെയ്യാൻ പറയാം. They are also to interview at least 8 to 10 persons and find out what customs, traditions they consider important or unimportant. ഓരോ കസ്റ്റം ട്രഡീഷനിൽ ഏതാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്യുക, ഒരു 5-8 പേരേനെ. അങ്ങനെ സർവേ ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാം, റിസൾട്ട് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പൊ ഏതാണ് ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രഡീഷൻ ഏതാ ഇമ്പോർട്ടന്റ് അല്ലാത്ത ട്രഡീഷൻ ഏതാ, അങ്ങനെ പ്രധാനപ്പെട്ട ട്രഡീഷൻ ഏതാ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ഇതിലൂടെ സാധിക്കും. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് ഈ കൾച്ചറുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടും ട്രഡീഷനുമായിട്ടൊക്കെ അറിയുന്ന ഓരോ കൾച്ചറിലും പ്രധാനപ്പെട്ട ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ ഓരോ കാര്യങ്ങളെന്നും കൂടി കുട്ടികൾക്ക് മനസ്സിലാവും. They are to suggest 2 ways of preserving at least 5 most important customs and traditions. പിന്നെ അവരോട് സജസ്റ്റ് ചെയ്യാൻ പറയാം, പ്രധാനപ്പെട്ട 5 ഇമ്പോർട്ടൻറ്റ് കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷൻ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യാൻ പറയാം. അതുകൂടാതെ പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ആ സ്റ്റുഡൻസ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ വിഷ്വൽ ഡെപ്പിക്ഷൻസ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ആൻഡ് കൾച്ചറൽ കോമ്പോസിഷൻസ്. അപ്പോൾ ഓരോ കൾച്ചറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വിഷ്വലി പ്രസന്റ് ചെയ്യുക. പിന്നെ ഇൻ സ്മാൾ ഗ്രൂപ്പ് 1 മെമ്പർ ഈസ് സെലക്ടഡ് ടു ടെൽ ഹിസ് ഓർ ഹർ ലൈഫ് സ്റ്റോറി. ഒരു മെമ്പർ ഒരു ലൈഫ് സ്റ്റോറി പറയുക. അതിനുശേഷം ഇതിനെ കുറിച്ചൊരു വിഷ്വൽ ഡിപിക്ഷൻ ഓഫ് ദ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഇൻ ദ സ്പീക്കേഴ്സ് ലൈഫ്. അതിനുശേഷം അത് നമ്മൾ വിഷ്വലി എന്ത് ചെയ്യുക, അത് പ്രസന്റ് ചെയ്യുക, എന്താണ് ആ ജീവിതം എങ്ങനെയാണെന്ന് വിഷ്വലി കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് ഡെപിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രാക്ടിക്കലി എന്നുള്ളത് കൂടി കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. കളക്ട് എ വെറൈറ്റി ഓഫ് മാഗസീൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ദാറ്റ് ആർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെവറൽ കൾച്ചർ. ഓരോ കൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന മാഗസീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. എന്നിട്ട് കുട്ടികൾക്ക് ഗ്രൂപ്പാക്കി തിരിക്കുക. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും എല്ലാ ഇതും കൊടുക്കുക. ഡയറക്ട് സ്റ്റുഡൻസ് ടു പ്രിസർവ് ദ പീരിയോഡിക്കൽ ഡിറ്റർമിൻ വിച്ച് ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ആർ കൺവേഡ്. എന്നിട്ട് അവരോട് അത് സൂക്ഷിച്ച് വെക്കാൻ പറയുക, അത് വായിക്കാൻ പറയുക, സൂക്ഷിക്കല്ല വായിക്കാൻ പറയുക. എന്നിട്ട് ഏതാണ് വിശ്വാസങ്ങളും വാല്യൂസും ആണ് നമ്മൾ കൺവേ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഹോൾ ക്ലാസ് ഡിസ്കഷനിൽ ആ സ്റ്റുഡൻസ് ടു ഐഡന്റിഫൈ വാല്യൂസ് ദാറ്റ് വേരി ഫ്രം ജേർണൽ ടു ജേർണൽ. അപ്പോൾ ഓരോ ജേർണലിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻസ് നടത്തുക. ഡിഫറൻസും സിമിലാരിറ്റീസും, ഓരോ കൾച്ചർ തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും ഒക്കെ ഡിസ്കസ് ചെയ്യുക. പിന്നെ അറേഞ്ച് ഡെസ്ക് ഇൻ എ സർക്കിൾ. ഒരു സർക്കിളായിട്ട് ഇരുന്നിട്ട് ഇതേപോലെ ഓരോ സിറ്റുവേഷൻ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഓരോരുത്തരും അവരുടെ കൾച്ചറിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് നടത്തുക. അവർക്ക് വന്നിട്ടുള്ള സിറ്റുവേഷൻസ്, ചിലപ്പോൾ ജീവിതത്തിൽ പല അവസരങ്ങൾ വരാം അല്ലെ. നമ്മൾ പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിൽ പോയി ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാവും എന്നാ പറയുന്നത്, വി വർ ജിറാഫ് എമംഗ് ഹിപ്പോൺസ് അല്ലെ. അപ്പൊ തന്നെ നമുക്ക് അങ്ങനെ ഒറ്റപ്പെടുന്ന അവസരങ്ങൾ വന്നിട്ടുണ്ടാവും. സോ അതിനെ കുറിച്ചൊക്കെ നമ്മൾ സർക്കിളായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുക, എക്സാമ്പിളുകൾ പറയുക. എന്നിട്ട് അവരുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് എന്ത് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ അവരോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറയുക. എന്നിട്ട് അവരുടെ ഓരോ സിറ്റുവേഷൻസ് അവർ പറയുക. ഇങ്ങനെ കുറെ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കുലേറ്റിംഗ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദേ വർ ഫെൽറ്റ് ഡിഫറെന്റ്. അതായത് ഓരോരുത്തർക്കും ഒരു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
And students will think about what makes their own background distinctive and what in their background is similar to the background of classmates. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് ഒരുപോലെ വരുന്നത്, എന്താണ് വ്യത്യാസമായിട്ട് വരുന്നത്, കൾച്ചറിനെ കുറിച്ച് കൂടുതൽ നമുക്ക് കുട്ടികൾക്ക് അറിയാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. പിന്നെ കുട്ടികളെ നമുക്ക് ഡിഫറെന്റ് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. കുട്ടികളെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ഡൈവേഴ്സിറ്റി ആയിരിക്കും, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൾച്ചർ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് സ്കൂളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എമ്പതി കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും. മറ്റുള്ളവരോട് ഒരു സഹതാപം, അല്ലെ, അങ്ങനെയൊക്കെ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആണ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരോടൊക്കെ ഒരു സിമ്പത്തി എമ്പതി ഒക്കെ കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ എല്ലാ കൾച്ചറിനെയും കുറിച്ച് അറിയാൻ എന്ത് ചെയ്യുക, അതിനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സ്കൂളിൽ കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോ ഇതാണ് ആക്ടിവിറ്റീസ് ഫോർ ചിൽഡ്രൻ. നമ്മുടെ വാല്യൂസും കൾച്ചറും മനസ്സിലാക്കാൻ, ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3rd യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് 4th യൂണിറ്റ് ആണ്. താങ്ക് യു.